നമ്മൾ കാണുന്നത് ഇടുക്കി ജില്ലയിൽപ്പെട്ട അടിമാലിക്കടുത്തുള്ള എല്ലയ്ക്കൽ എന്ന പ്രകൃതി മനോഹരമായ ഒരു ഗ്രാമമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ തുടർച്ചയായി ഉണ്ടായ ചില ആപത്തുകളും അനർത്ഥങ്ങളും ശ്രദ്ധിച്ച ഗ്രാമവാസികൾ ഒരു ജ്യോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കുകയും പ്രശ്നവിധിപ്രകാരം ഇവിടെ പാറക്കെട്ടിന് താഴെയുള്ള അഗാധമായ കയത്തിൽ നിന്നും ധ്യാനസ്ഥിതനായ കൈലാസേശ്വരന്റെ മനോഹരമായ ദിവ്യവിഗ്രഹം കണ്ടെടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആ ഭഗവത് ചൈതന്യത്താൽ ഇവിടെ സംഭവിച്ച സകലവിധ അനർത്ഥങ്ങളും നീങ്ങി ഐശ്വര്യമുണ്ടാവുകയും ആ ക്ഷേത്രം കൈലാസനാഥ ക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധമാവുകയും ചെയ്തു. ഇന്നും ഈ ദിവ്യവിഗ്രഹ ദർശനത്തിനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് വളരെയധികം ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. കൈലാസനാഥ ക്ഷേത്രത്തിന് താഴെയുള്ള കാട്ടുചോലയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഉരുളൻ കല്ലുകൾക്കിടയിലൂടെ വളകിലുക്കി ഒഴുകുന്ന മനോഹരിയായ കാട്ടരുവി. ദൂരെയുള്ള പാറക്കെട്ടുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഈ കാട്ടരുവി ഇവിടെ അടുത്തുള്ള വലിയ പാറയുടെ മുകളിൽ നിന്നും ഒരു വെള്ളച്ചാട്ടമായി താഴേക്ക് പതിക്കുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഗുഹാകവാടം ഇവിടെയുണ്ടെന്നറിഞ്ഞ ഞങ്ങൾ അതന്വേഷിക്കാൻ തുടങ്ങി. ആ ഗുഹാകവാടത്തിന് കാവലായി ഒരു നാഗയക്ഷിയെയും ഈ പാറയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഓം നമഃശിവായ എന്ന് വെളുത്ത ചായം കൊണ്ട് എഴുതിയ ആ കാണുന്ന പാറയുടെ അടിയിൽ വെള്ളച്ചാട്ടത്തിന് സമാന്തരമായി ഒരു ഗുഹാകവാടമുണ്ട്. ഈ കവാടം കല്ലുകൾ കെട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരു ക്ഷേത്രത്തിനാവശ്യമായ സകല സാധന സാമഗ്രികളും മറ്റ് അമൂല്യ വസ്തുക്കളും ഈ ഗുഹയിലുള്ളതായി പറയപ്പെടുന്നു.